ഒരു ദിവസം ചുമ്മാ മുറ്റത്ത് കുഴികുത്തി കളിക്കുന്നതിനിടെ കുറെ പ്രതിമകൾ ലഭിച്ചാലോ? അമ്പരപ്പായിരിക്കും അല്ലേ? അതേ അമ്പരപ്പായിരുന്നു 40 വർഷങ്ങൾക്ക് മുൻപ് ഒരു ചൈനീസ് ഗ്രാമത്തിലെ കർഷകരും. അവരുടെ കൃഷിയിടത്തിൽ കുഴിക്കുന്നതിനിടെ കണ്ടെത്തിയത് 2000-ലേറെ പ്രതിമകളായിരുന്നു. പടയാളികളും കുതിരകളും മറ്റു മൃഗങ്ങളും പക്ഷികളും രഥങ്ങളും ആയുധങ്ങളും എല്ലാമായി ഒരു വൻ ശേഖരം. 2000-ലേറെ വർഷത്തെ പഴക്കമുണ്ടായിരുന്നു ആ ടെറാക്കോട്ട ആർമിക്ക്. ആ പ്രതിമകളും അവയ്ക്കൊപ്പമുള്ള ആയുധങ്ങളും ഇന്നും പുരാവസ്തു ഗവേഷകർക്ക് മുന്നിലെ ചോദ്യചിഹ്നമാണ്. ഇനിയും ഒട്ടേറെ പ്രതിമകൾ കുഴിച്ചെടുക്കാനുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. ചൈനയിലെ മ്യൂസിയത്തിൽ സംരക്ഷിച്ചിരിക്കുകയാണ് ഈ ആർമിയെ. BC 210 മുതൽ 290 വരെ ചൈന ഭരിച്ച ക്വീൻ ഷി ഹുവാങ് രാജാവിൻ്റെതായിരുന്നു ആ സൈന്യമെന്നാണ് കരുതുന്നത്. മരിച്ചു കഴിഞ്ഞാലും പരലോകത്ത് രാജാവിന് സംരക്ഷണത്തിനും യാത്രയ്ക്കും വേണ്ടിയായിരുന്നത്രേ അത്രയും വലിയ സൈന്യം. പടയാളികളെ കളിമണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചിരുന്നതെങ്കിലും അവരുടെ ആയുധങ്ങളെല്ലാം വെങ്കലത്തിൽ നിർമ്മിച്ചതായിരുന്നു. വാളും കുന്തവും കൊളുത്തുകളും അസ്ത്രങ്ങളുമെല്ലാമായി ഈ ആയുധങ്ങൾ ഗവേഷകരെ കുഴയ്ക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. വർഷങ്ങളോളം മണ്ണിനടിയിൽ കിടന്നിട്ടും ആയുധങ്ങൾ ദ്രവിക്കുകയോ ക്ലാവ് പിടിക്കുകയോ ചെയ്തിരുന്നില്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെപ്പറ്റി പഠനം നടത്തുകയായിരുന്ന ഗവേഷകർ പറയുന്നത് വെങ്കലം ദ്രവിക്കാതെ സംരക്ഷിക്കാനായി അതിനു മുകളിൽ ഒരു ആവരണം ഉണ്ടായിരുന്നുവെന്നാണ്. ഇന്നത്തെ കാലത്ത് അത് ക്രോമേറ്റ് കൺവേർഷൻ കോട്ടിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റീലും അലുമിനിയവും ചെമ്പും വെള്ളിയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി 20-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ചതാണ് ഈ കോട്ടിംഗ്. ചൈനീസ് പടയാളികളുടെ ആയുധങ്ങളിലും ക്രോമിയത്തിന്റെ അംശങ്ങൾ കണ്ടതോടെയാണ് ഗവേഷകരുടെ സംശയം ആ വഴിക്ക് നീങ്ങുന്നത്. എന്നാൽ ആകെ കണ്ടെത്തിയ 464 ആയുധങ്ങളിൽ 10% മാത്രമേ ക്രോമിയമുള്ളൂ. അതോടെ ചൈനയിലെ പ്രത്യേക മണ്ണിനെ പറ്റിയായി സംശയം. മണ്ണിലും ക്രോമിയത്തിന്റെ അംശം കണ്ടെത്തിയത് സംശയം കൂട്ടി. അധികം ക്ഷാരഗുണമില്ലാത്ത മണ്ണുള്ള പ്രദേശത്തു നിന്നായിരുന്നു ടെറാക്കോട്ട ആർമിയെ കണ്ടെത്തിയത്. എന്നാൽ ആയുധങ്ങൾ സംരക്ഷിക്കാനല്ല, മറിച്ച് ഭംഗി വരുത്തുന്നതിനു വേണ്ടി വാളിലും മറ്റും പ്രയോഗിച്ച വസ്തുവിലുണ്ടായ ക്രോമിയമാണ് ക്ലാവ് പിടിക്കാതെ സംരക്ഷിച്ചതെന്നും വാദമുണ്ട്. മരം കൊണ്ടും മുള കൊണ്ടുമെല്ലാം പിടികെട്ടിയ ആയുധങ്ങളിലാണ് ഈ ക്രോമിയത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇത്തരത്തിൽ അഴുകിപ്പോകുന്ന ജൈവ വസ്തുക്കൾക്കൊപ്പമുള്ള ആയുധങ്ങളിൽ മാത്രമാണ് ഈ കോട്ടിംഗ് നടത്തിയിരിക്കുന്നതെന്നും കണ്ടെത്തി. അതായത് ജനലിനും വാതിലിനുമെല്ലാം വാർണിഷ് അടിക്കുന്നത് പോലെ ഒരു ഭംഗി വരുത്തൽ ഈ ആയുധങ്ങളിൽ നടത്തിയിരുന്നു. ഈ അസാധാരണ വസ്തുവിൽ നിന്നായിരിക്കാം മണ്ണിലും ക്രോമിയം കലർന്നതെന്നും ഗവേഷകർ പറയുന്നു. മണ്ണിന്റെ ഗുണം പരിശോധിക്കാൻ ചൈനയിലെ ടെറാക്കോട്ട ആർമിയെ കണ്ടെത്തിയ സ്ഥലത്തു നിന്നെടുത്ത മണ്ണിൽ ഏതാനും വെങ്കല ആയുധങ്ങൾ കുഴിച്ചിട്ട് നോക്കിയിരുന്നു. അതേ മാതൃകയിലുള്ള ആയുധങ്ങൾ ബ്രിട്ടനിലെ മണ്ണിലും കുഴിച്ചിട്ടു. 4 മാസം കഴിഞ്ഞു നോക്കിയപ്പോൾ ചൈനീസ് മണ്ണിലെ ആയുധങ്ങൾക്കൊന്നും ഒരു കുഴപ്പവുമില്ല. ബ്രിട്ടന്റെ മണ്ണിലെ ആയുധങ്ങളാകട്ടെ ക്ലാവും പിടിച്ചു. പുരാതന ചൈനയിലെ ജനങ്ങൾക്ക് ആയുധങ്ങൾ ദ്രവിക്കാതെയും ക്ലാവ് പിടിക്കാതെയും സംരക്ഷിക്കുവാനുള്ള വഴി അറിയാമെന്ന് തന്നെയാണ് ഈ സൂചനകൾ വിരൽ ചൂണ്ടുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.